CPIM BJP ഡീൽ ആരോപണം ജനങ്ങൾ തള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൃശൂരിൽ BJPക്ക് ജയിക്കാൻ സൗകര്യമൊരുക്കിയത് മുഖ്യമന്ത്രിയാണെന്ന് VD സതീശൻ ആരോപിച്ചു. ലോക്നാഥ് ബെഹ്റയും MR അജിത് കുമാറും ഡീലിന് ഇടനിലക്കാരായിട്ടുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദും ആരോപിച്ചു. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടും മുഖ്യ തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി ഡീൽ വിവാദം കളനിറയുമ്പോൾ മറ്റു വിഷയങ്ങളെല്ലാം പിന്തള്ളപ്പെട്ടു പോവുകയാണ്. UDF ഉയർത്തിക്കൊണ്ടുവന്ന ഡീൽ ആരോപണം ജനങ്ങൾ തള്ളുമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. എന്തും വിളിച്ചു പറയാൻ എല്ലില്ലാത്ത നാക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതിനൊന്ന് എല്ലാറ്റിനും മറുപടി പറയാൻ ആർക്ക് സാധിക്കും? നാടിനും ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ധാരണയാണ്. ഡീൽ ആരോപണത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇന്നും അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചു. ഞങ്ങൾക്ക് ഒരു RSSുമായിട്ട് ഒരു ബന്ധമില്ല. ഒരാളെയും കണ്ടിട്ടില്ല. ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി RSS നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ശ്രീ എം വെളിപ്പെടുത്തിയല്ലോ. പരാജയഭീതി കൊണ്ടാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് LDFന്റെ തിരിച്ചടി. ഡീൽ ആരോപണം അവരുടെ ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ മാത്രമാണ്. ഏത് കാലത്തും തരംതാണ ഇത്തരം ഡീലുകളും രഹസ്യമായ കാര്യം നടത്തുന്നതൊക്കെ കോൺഗ്രസാണ്. ഡീൽ ആരോപണത്തിൽ ശക്തമായി രംഗത്തുള്ള മുസ്ലിം ലീഗ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇടനിലക്കാരെന്നും ആരോപിച്ചു. ബഹാറ DGP ആയിരുന്നു. ബഹാറയുടെ നേതൃത്വത്തിൽ ഈ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂരം കലക്കിയിട്ടുള്ള മാന്യുണ്ടല്ലോ, അജിത് കുമാർ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ ഇവർ ഓരോ ആളുകളെയും വെച്ചിട്ട് BJPയുമായി കഴിഞ്ഞ കുറേ കാലമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPIM BJP ഡീൽ ആരോപണമല്ലെന്നാണ് UDFന്റെ നിലപാട്. CPMഉം BJPയും തമ്മിലുള്ള ഡീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്തും അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പല നിയോജകമണ്ഡലമുണ്ട്. ആ നിയോജകമണ്ഡലത്തിൽ CPM ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആരെയെങ്കിലും ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവിടെ ഇടുക. എന്ത് ഡീൽ നടന്നാലും ഐക്യമുന്നണി അധികാരത്തിലെത്തുമെന്നും UDF നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഞാൻ എല്ലാവരോടും പറയും ഇതാണ്, അവര് തമ്മിൽ എന്ത് ഡീല് വേണം ചെയ്തോട്ടെ, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ചിന്ത, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് എന്താ ഭാവിയിൽ വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.